Hello guys, welcome back to my channel Journey through Abhi. അപ്പോൾ ഇന്ന് നമുക്ക് കോഡിംഗ് ചാലഞ്ച് നമ്പർ 2ലേക്ക് കടക്കാം. അപ്പോൾ guys, നമുക്കിപ്പോൾ കോഡിംഗ് ചാലഞ്ച് നമ്പർ 2ലേക്ക് കടക്കാം. കോഡിംഗ് ചാലഞ്ച് നമ്പർ 2 എന്ന് പറയുന്നത് കോഡിംഗ് ചാലഞ്ച് നമ്പർ 1 ഇത് പറഞ്ഞിട്ടില്ല. ചാലഞ്ച് നമ്പർ 1ന്റെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ്. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം. നമ്മളടുത്ത കോഡിംഗ് ചാലഞ്ച് നമ്പർ 1ലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളടുത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. ലാംഗ്വേജസ് നോക്കി കോപ്പി ചെയ്യുക. ദെൻ കോഡിംഗ് ചാലഞ്ച് നമ്പർ 2ലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആർക്കാണ് ഹയർ ബി എം ഐ, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ഹയർ ബി എം ഐ കണ്ടില്ല, മാർക്കിനും ജോണിനും ഹയർ ബി എം ഐ കണ്ടില്ലേ. ഇതിൽ ആരാണോ ഹയർ ബി എം ഐ അവരെ ജസ്റ്റ് കൺസോൾ ചെയ്യുക. അവരെ ആരാണോ ഹയർ ബി എം ഐ അവരെ ഈ ഒരു വേർഡ്സിൽ കൺസോൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. രണ്ടാമത്തെ കോഡിംഗ് ചാലഞ്ച് നമ്പർ ആയാണ്ട് ലോഗിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട് കൺസോളിൽ നമ്മൾ ആരെയാണ് ഹയർ ബി എം ഐ എന്നുള്ളത് അതിലൊരു കണ്ടീഷൻ, ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരെയാണ് ഹയർ ബി എം ഐ എന്ന് പറയുന്നത്? ഇഫ് മാർക്ക് ബി എം ഐ ഗ്രേറ്റർ ദൻ ജോൺ ബി എം ഐ ആണെങ്കിൽ എന്ത് വേണം? ലോഗിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കോപ്പി ചെയ്യും. ഇനി വേറെ കണ്ടീഷൻ എന്താ? എന്നിട്ട് ജോൺസ് ബി എം ഐ ആയിരിക്കും ഹൈയസ്റ്റ്. അപ്പോൾ വേറൊരു കണ്ടീഷൻ അത് മാത്രം ഉള്ളതുമെങ്കിൽ ആഡ്സ് കൊടുക്കും. അല്ലെങ്കിൽ വേറെയും കണ്ടീഷൻ, മൂന്നാമതൊരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ കണ്ടീഷന്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തിട്ട് മാത്രം എൽസ് ഇഫ് കൊടുത്തിട്ട് മാത്രം ചെയ്യാം. ഇപ്പൊ ഈ ഫെൽസ് നമുക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫെൽസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് നോക്കുക കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ. ഇനി ഇതിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു. നമുക്ക് ജസ്റ്റ് കൺസോൾ നോക്കാം. കോഡിംഗ് ചാലഞ്ച് നമ്പർ 2 ജോൺസ് ബി എം ഐ ഹയർ ദൻ മാർക്ക്. ജോൺസ് ബി എം ഐ ഏതാ? നമ്മൾ ജോൺസ് ബി എം ഐ ഇതാണ് 27 ആണല്ലോ, 26 ഹയർ. ഓക്കെ, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഇതിലേക്ക് പോകാം. യൂസ് എ ടെംപ്ലേറ്റ് ലിറ്റർ. ടെംപ്ലേറ്റ് ലിറ്റർ വെച്ചിട്ട് നമ്മൾ വാല്യൂം കൂടി കൊടുക്കുക. ലൈക്ക് ഇങ്ങനെ. ഇപ്പോൾ മാർക്സ് ബി എം ഐ ഹയർ എങ്കിൽ മാർക്സ് ബി എം ഐ ഇവിടെ മാത്രം അവിടെ ബി എം ഐ വാല്യൂ കാണിച്ചു കൊടുക്കും. ഇപ്പൊ എന്ത് ചെയ്യണം? ടെംപ്ലേറ്റ് ലിറ്റർ ഉപയോഗിക്കാം. ടെംപ്ലേറ്റ് ലിറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സൈനാണ്, ഈ ഒരു ചിഹ്നം. ഓക്കെ, ടെംപ്ലേറ്റ് ലിറ്റർ ഉപയോഗിച്ച് ഡോളർ സൈന് കേളി ബ്രാക്കറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ് ലിറ്റർ എന്താണ് വേണ്ടത് നമ്മൾ കൊടുക്കുക. ലൈക്ക് ഇതാണ്, ഇങ്ങനെയാണ് വേണ്ടെങ്കിൽ മാർക്ക് ബി എം ഐ വേണ്ടേ, മാർക്ക് ബി എം ഐ മാർക്ക് ബി എം ഐ കൊടുക്കുക. ഇനി അഥവാ ജോണിന്റെ ബി എം ഐ ആണെങ്കിൽ ടെംപ്ലേറ്റ് ലിറ്റർ ആക്കിയിട്ട് കൊടുക്കുക. ടെംപ്ലേറ്റ് ലിറ്റർ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇത് ഓൾറെഡി ക്ലാസ് എടുത്തതാണ്, ജസ്റ്റ് നോക്കുക ലെഫ്റ്റിലോട്ട് പോയിട്ട്. ടെംപ്ലേറ്റ് ലിറ്റർ നല്ല ഉപയോഗമുണ്ട് ഇനി ഭാവിയിലേക്ക്. ഒരുപാട് പ്രൊജക്ട്സിനൊക്കെ ഇതാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. സോ എല്ലാവരും ഇത് പഠിക്കണം. ജാവാസ്ക്രിപ്റ്റിൽ ഇയർ ഫീച്ചർ ജോൺ ബി എം ഇതെല്ലാം കേരള നോക്കാം. ജോൺസ് ബി എം ഐ കണ്ട, ജോൺസ് ബി എം ഐ ഈ ഹയർ ദൻ മാർക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ റൗണ്ട് ബ്രാക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോളർ സംഭവം ഈ ഒരു റൗണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുത്താൽ നിങ്ങൾ അത് റൗണ്ടിലായിട്ട് വരും. ഞാനിത് ഇതിന്റെ ഉള്ളിലാണ് കൊടുത്തത്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് അത് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചത്. ഈ ഡോളർ പുറത്ത് കൊടുത്തിട്ട് ഇനി നോക്കട്ടെ. ഈ ഒരു ബ്രാക്കറ്റിലാണില്ലേ. പിന്നെ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എല്ലാം ഒഴിവാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഈസ് എന്താ എൽസ് എന്താ പഠിക്കേണ്ടിയിട്ടല്ലേ. അത് മാത്രം നോക്കാം. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഗൈസ്.